140 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ട് എണ്ണലിന്റെ ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. 15,000-ഓളം വരുന്ന ഉദ്യോഗസ്ഥരെയാണ് ഈ വോട്ടെണ്ണൽ നടപടികളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പരിശീലിപ്പിച്ച് പൂർത്തിയാക്കിയിട്ടുള്ളത്. 43 കേന്ദ്രങ്ങളിൽ ആണ് വോട്ടെണ്ണൽ നാളെ നടക്കാൻ പോകുന്നത്. ഈ 140 നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ എന്നത് കേരളത്തിലെ 43 കേന്ദ്രങ്ങളിൽ ആയിട്ടാണ് നടക്കുക. അങ്ങനെ ഒരു വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്നാണ് ഞങ്ങളുടെ പ്രതിനിധി സാരംഗ് ഈ ഘട്ടത്തിൽ ചേരുന്നത്. സാരംഗ്, 43 കേന്ദ്രങ്ങൾ ആണ് വോട്ടെണ്ണുന്നതിനായി ക്രമീകരിച്ചിട്ടുള്ളത്. ആ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നാളെ രാവിലെ മുതൽ ആരംഭിക്കുന്ന, അതായത് സ്ട്രോങ് റൂമിലേക്ക് ഉദ്യോഗസ്ഥരെത്തി അവിടെ നിന്ന് ആ വോട്ടിംഗ് മെഷീൻ ഈ ഹാളിലേക്ക് മാറ്റുന്നു. ഹാളിൽ വോട്ടെണ്ണൽ ആരംഭിക്കുന്നു. അങ്ങനെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ നടപടിക്രമങ്ങൾ സാങ്കേതികമായി ആരംഭിക്കുകയും ചെയ്യും. ഒരുക്കങ്ങൾ എത്രത്തോളം പൂർണ്ണമാണ്? എന്താണ് വിവരങ്ങൾ? ജില്ലയിലെ നാലാഞ്ചിറയിലാണ്, അതായത് മാർ യൂവനസ് കോളേജിലാണ് ഈ ഒരു വോട്ടെണ്ണൽ കേന്ദ്രം പ്രധാനമായും ഇവിടെ നാലാഞ്ചിറയിലാണ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെയാണ് 140, അതായത് തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനമായിട്ടുള്ള വോട്ടെണ്ണൽ കേന്ദ്രങ്ങളെല്ലാം ഇവിടെ തന്നെയാണ്. പല സ്കൂളുകളായി തിരിച്ചുകൊണ്ടാണ് ഇവിടെ വോട്ടെണ്ണൽ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 15,465 ഉദ്യോഗസ്ഥരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പരിശീലനം നൽകിയിരിക്കുന്നത്. അതിൽ 140 ആർഒമാരെയാണ് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ 1,340 അഡീഷണൽ ആർഒമാരെയും നിയോഗിച്ചിട്ടുണ്ട്. ഒരു റൗണ്ടിൽ 14 ബൂത്തുകളാണ് പരമാവധി വോട്ടെണ്ണൽ നടത്തുക. അതും തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യം എണ്ണുക പോസ്റ്റൽ ബാലറ്റുകളാണ്. അതിനുശേഷമാണ് EVM മെഷീനുകളിലേക്ക് വോട്ടെണ്ണൽ എത്തുക. അതായത് പോസ്റ്റൽ ബാലറ്റുകൾ 500 എണ്ണത്തിന് ഒരു മേശ എന്ന രീതിയിൽ അത്തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിന് പ്രത്യേക ആർഒമാരെയും നിയോഗിച്ചിട്ടുണ്ട്. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്നത് ആർഒമാരെ, ഓരോ മേശയ്ക്കും ആർഒമാരെ നിയോഗിച്ചിട്ടുണ്ട്. എന്തിനായാലും അതിനു മുൻപ് തന്നെ 8 മണിക്ക് ആരംഭിക്കുന്ന പോളിംഗ്, അതായത് വോട്ടെണ്ണലിന് മുൻപ് തന്നെ ഈ ഒരു പോളിംഗ് സാമഗ്രികൾ സ്ട്രോങ് റൂം തുറന്ന് പുറത്തേക്ക് എടുക്കും. അതിൽ സ്ഥാനാർത്ഥികൾ നിയോഗിച്ചിട്ടുള്ള വ്യക്തികളെ അടക്കമുള്ള സാന്നിധ്യത്തിലായിരിക്കും, ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരിക്കും ഈ ഒരു ക്രമീകരണങ്ങൾ ഒരുക്കുക. ഒപ്പം ഇത് വീഡിയോ റെക്കോർഡിംഗോട് കൂടിയാണ് ഇതിന്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം, അതായത് ഈ വീഡിയോ റെക്കോർഡിംഗോട് കൂടിയാണ് ഇതിന്റെ എല്ലാ നടപടിക്രമങ്ങളും, അതായത് സ്ട്രോങ് റൂം തുറക്കുന്നതും വോട്ടെണ്ണലിന്റെ മേശപ്പുറത്തേക്ക് എത്തിക്കുന്ന അടക്കമുള്ള എല്ലാ കാര്യങ്ങളും വീഡിയോ ക്രമീകരണങ്ങളോടുകൂടി തന്നെയാണ്. എന്തിനായാലും വോട്ടെണ്ണലിന്റെ ഒപ്പം തന്നെ കൺട്രോൾ യൂണിറ്റിനൊപ്പം 17C ഫോം കൂടി ഉണ്ടാകും. അതായത് EVM മെഷീനുകൾ, അതായത് വോട്ടിന്റെ എണ്ണവും ഒപ്പം ഓരോ ബൂത്തിലും എണ്ണിയ വോട്ടിന്റെ എണ്ണവും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ വിശദീകരണം, അതായത് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുവാൻ വേണ്ടി VVPATകൾ എണ്ണുന്ന കാര്യങ്ങളിലേക്ക് അടക്കം പോകണമെങ്കിൽ ഈ ഒരു കാര്യത്തിലേക്ക് അടക്കം, അതായത് EVM മെഷീനും ഒപ്പം തന്നെ ഈ ഒരു ഫോം 17 അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഉദ്യോഗസ്ഥർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എണ്ണുന്ന കാര്യങ്ങളിലേക്ക് പോകും. ഒപ്പം തന്നെ ഓരോ മണ്ഡലത്തിലെയും 5 ബൂത്തുകളിലെ VVPATകൾ നിർബന്ധമായി എണ്ണുന്ന ഒരു ക്രമീകരണം കൂടി ഒരുക്കിയിട്ടുണ്ട്. എന്തിനായാലും ഇവിടെ തിരുവനന്തപുരം ജില്ലയിലെ അവസാനഘട്ട ഒരുക്കങ്ങൾ, അതായത് ജനറേറ്റർ സംവിധാനം ഘടിപ്പിക്കുകയും ഒപ്പം തന്നെ ലൈറ്റിംഗ് സംവിധാനം അടക്കമുള്ള അവസാനഘട്ട ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. 12:30 കൂടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസർ മാധ്യമങ്ങളെ കാണുന്ന ഒരു കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്ത് ഉടനീളമുള്ള മറ്റുള്ള കാര്യങ്ങൾ അടക്കം വിശദീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തിനായാലും തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ക്രമീകരണങ്ങളും അവസാന ഘട്ടത്തിലേക്കാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അഭിലാഷ്, സാരംഗാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ഇപ്പോഴും കനത്ത സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി തന്നെയാണ് വോട്ടെണ്ണൽ നടക്കാൻ പോകുന്നത്. സാരംഗ്, ഈ നിലയിൽ, അതായത് അതിശക്തമായ സുരക്ഷാ സംവിധാനത്തിലാണ് വോട്ടെണ്ണൽ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ ഈ സ്ട്രോങ് റൂമിന്റെ ചേർന്നുള്ള മുറികൾ തുറന്നു എന്നതുമായൊക്കെ ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഇപ്പോൾ തന്നെ ചില വിവാദങ്ങളും ഒക്കെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എത്രത്തോളം ശക്തമായ സുരക്ഷ, മറ്റ് സംവിധാനങ്ങളൊക്കെയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് സാറേ? തീർച്ചയായും അഭിലാഷ്, അതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഇത്തവണത്തെ ഇലക്ഷനിൽ തന്നെ തുടക്കത്തിൽ തന്നെ ആരോപിച്ചിരുന്നു. എന്തിനായാലും തിരുവനന്തപുരത്ത് അത്തരത്തിലുള്ളൊരു വിവാദത്തിന് സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കേന്ദ്ര സേനയും ഒപ്പം തമിഴ്നാട് നിന്നുള്ള സേനയടക്കം ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് വിന്യസിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായും ഒപ്പം തന്നെ വോട്ടെണ്ണലിന്റെ ഭാഗമായും കനത്ത സുരക്ഷ ഇപ്പോൾ സംസ്ഥാനത്തുടനീളമുള്ള എല്ലാ വോട്ടെണ്ണൽ കേന്ദ്രത്തിലും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തിനായാലും രാവിലെ നടക്കുന്ന ഈ ഒരു ക്രമീകരണങ്ങളുടെ തുടക്കം മുതൽ തന്നെ വോട്ടെണ്ണൽ അവസാനിക്കുന്നവരെ, അതായത് അതിനിടയിൽ ഒരു ഇടവേള ഇല്ലാതെയാണ് 8 മണിക്ക് ആരംഭിക്കുന്ന വോട്ടെണ്ണൽ ഇടവേളയില്ലാതെ ആ കേന്ദ്രത്തിലെ വോട്ടെണ്ണി അവസാനിക്കുന്നത് വരെയുള്ള സമയത്ത് സമ്പൂർണ്ണമായിട്ടുള്ള അതിസുരക്ഷയായിരിക്കും ഇവിടെ ഒരുക്കുക. മാത്രമല്ല ഈ ഒരു
ആഹ്ലാദ പ്രകടനത്തിനടക്കം നിയന്ത്രണങ്ങളുണ്ട്. കോഴിക്കോട് ജില്ലയിലെ നിരോധനാജ്ഞ തന്നെ അതിന് വലിയൊരു ഉദാഹരണമാണ്. അതായത് സംസ്ഥാനത്തുടനീളം മറ്റ് ക്രമീകരണങ്ങൾ എന്തൊക്കെ തന്നെയാണ് ഉള്ളത്, അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണം, അതീവ സുരക്ഷ ഏതെങ്കിലും ഭാഗത്ത് ഒരുക്കിയിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം ചീഫ് രത്തൻ യു കേൽക്കർ നടത്തുന്ന പ്രസ് മീറ്റിലാണ് നമുക്ക് കൂടുതൽ അതുമായി ബന്ധപ്പെട്ട വിശദീകരണം ലഭ്യമാവുകയുള്ളൂ. എന്തുതന്നെയായാലും മറ്റ് സുരക്ഷാ വീഴ്ചകളൊന്നുമില്ലാതെ തന്നെ ഈ ഒരു വോട്ടെണ്ണൽ പൂർത്തിയാക്കി ജനാധിപത്യത്തിന്റെ മറ്റൊരു ഏറ്റവും സുപ്രധാനപ്പെട്ട ദിവസമാണ് നാളെ. അതിൽ യാതൊരു വീഴ്ചയും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. ഉദ്യോഗസ്ഥരുടെ പരിശീലനം മുഴുവൻ എല്ലാം പൂർത്തിയാക്കിയിട്ട് തന്നെയാണ് ഇതിലേക്ക് കടന്നതെന്നാണ് തെരഞ്ഞെടുപ്പ് ഓഫീസർ നമ്മളോട് ഇതിന് മുൻപ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. സുരക്ഷാ കാര്യങ്ങളിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ തന്നെ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനമുള്ളത്. അതിന്റെ ഭാഗമായിട്ടുള്ള സുരക്ഷാ ക്യാമറകൾ അടക്കം ഇപ്പോൾ എല്ലാ ഭാഗത്തും, അതായത് ഈ ഒരു പ്രദേശത്താകെ വിന്യസിച്ചിട്ടുണ്ട്. പാർക്കിംഗ് ഏരിയ മുതൽ വോട്ടെണ്ണൽ കേന്ദ്രം വരെയുള്ള എല്ലാ ഭാഗങ്ങളിലും സുരക്ഷാ ക്യാമറകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട്. സേനാ വിന്യാസം അടക്കം അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ രത്തൻ യു കേൽക്കറുടെ പത്രസമ്മേളനത്തിന് ശേഷമായിരിക്കും വ്യക്തമാവുക. അഭിലാഷ്. അത്തരത്തിൽ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.